ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. കർത്താവിൽ സ്നേഹമുള്ളവരെ, കാത്തിരിപ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇന്ന് പെന്തിക്കോസ്തിക്ക് മുമ്പുള്ളതായ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. 38-ാമത്തെ വാക്യത്തിൽ യേശുതമ്പുരാൻ ഇങ്ങനെ പറയുകയാണ്: ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന്. എന്താണ് അയച്ചവൻ്റെ ഇഷ്ടം? രണ്ട് ഇഷ്ടങ്ങളെക്കുറിച്ച് ഇതേ വേദഭാഗത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് ക്രിസ്തുവിൻ്റെ ദൗത്യമാണ്. ക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണ്? ആ ദൗത്യം പിതാവാം ദൈവം തനിക്ക് തന്നതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കപ്പെടണം എന്നതാകുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. രണ്ടാമത്തെ ഇഷ്ടമെന്ന് പറയുന്നത് എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, പുത്രനെ നോക്കിക്കൊണ്ട് അവനെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളതായ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ, അത് സ്നേഹം എന്ന കൽപ്പനയാണ്. നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ പിതാവായ ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ നിന്റെ അരികിൽ നിൽക്കുന്നവരെയും സ്നേഹിക്കണം. കൂടാതെ കർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ നോക്കി പഠിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല ശമരിയക്കാരനായ കർത്താവിനെ നോക്കിക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഏതൊരു പ്രവൃത്തിയിലും പിതാവായ ദൈവത്തോടുള്ളതായ ബന്ധം കൈവിടാത്ത, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ മാത്രം ആഗ്രഹിക്കുന്ന, തൻ്റെ അടുക്കൽ വരുന്നവരെ ആശ്വസിപ്പിക്കുന്ന, തന്നെ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ പിന്നാലെ വരുന്നവരെ നിരാശപ്പെടുത്താത്ത, ആവശ്യക്കാരന്റെ മുമ്പിൽ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറക്കുന്ന ആ യേശു തമ്പുരാനെ നോക്കി പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് നിങ്ങൾ എനിക്കാകുന്നു ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ച ആ കർത്താവിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ സാക്ഷാൽ അപ്പമായ ക്രിസ്തുവിനെ ആഹാരമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.